E-Master Digital Education App Kerala syllabus 8th class മുതൽ +2 വരെ. Download now. വരവേറ്റുകൊണ്ട് ഫ്ലവേഴ്സ് ടിവി ഒരുക്കുന്ന കോമഡി കൊണ്ടാട്ടത്തിന്റെ മറ്റൊരു പുതുപുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. വെൽക്കം ടു കോമഡി കൊണ്ടാട്ടം. തമാശയുടെ മേമ്പോട് ചേർത്തുകൊണ്ട് കോമഡി കൊണ്ടാട്ടത്തിന് ഇന്ന് രുചികരമായിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനായിട്ട് ആദ്യമായി എത്തുന്ന ആ ഒരു സ്റ്റാർ കപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു പെയർ ഓഫ് സ്റ്റാർസ് ആരൊക്കെയാന്ന് നമുക്ക് കാണണ്ടേ? നമ്മുടെ താരങ്ങളെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ജിഷിൻ ആൻഡ് ജസീല. അപ്പൊ ഇനി രണ്ടുപേരെയും കൂടെ ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്തോട്ടെ. നിങ്ങൾക്ക് കമ്പനിക്കായിട്ട് രണ്ടുപേരും കൂടെ വിളിക്കാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം പ്രമോദ് മണി ആൻഡ് ജാനകി. വെൽക്കം ടു കോമഡി കൊണ്ടാട്ടം. എല്ലാവർക്കും സുഖല്ലേ? എല്ലാരും ആ ഒരു ഓണത്തിന്റെ ആവേശം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കറക്റ്റ് മറ്റേ പെണ്ണ് കാണാൻ വേണ്ടി വന്നിട്ടുള്ള ചെക്കന്മാരെയും പെണ്ണുങ്ങൾ പോലെ കറക്റ്റ് ആയിട്ട് പ്രമോദിന്റെ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ ഉണ്ട്. കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചാണല്ലോ. പിന്നെ എന്തിനാണ് വെറുതെ എന്റെ ബോഡി ലാംഗ്വേജ് ചെറുക്കനുണ്ട്. ഇതൊരു അമ്മയച്ചന്റെ അല്ലേ ബോഡി ലാംഗ്വേജ്? ഒരു അമ്മയച്ചനാക്കല്ലോ. എന്താടാ കുറിയൊക്കെ ഇട്ടിട്ട് ഓണം പിന്നെ ഒരു ബാഗും കൂടി താടാ. പുതിയ വിശേഷങ്ങൾ ലോക്ക്ഡൌണിന്റെ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഷൂട്ടൊക്കെ തുടങ്ങി. സീരിയലുകളൊക്കെ നടക്കുന്നു. സീരിയലൊക്കെ നടക്കുന്നുണ്ട്. അപ്പം പുതിയ 1-2 പ്രൊജക്ട് ഇങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുണ്ട്. തുടങ്ങാൻ പോകുന്നു. പുതിയ വർഷത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ഏതായാലും പുതിയ വർഷത്തിൽ ഐശ്വര്യമായിട്ട് കുറെ പ്രോജക്ട്സ് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ജസീല ഓണത്തിന്റെ ഫുൾ സ്പിരിറ്റിൽ വന്നിരിക്കുകയാണ്. മലയാളിയല്ല. അതെ, മലയാളിയല്ല. പക്ഷെ എനിക്ക് ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. സോ ഇവിടെ ഇപ്പോൾ 1.5 വർഷമായി ഞാൻ ഇവിടെ കേരളത്തോട്ട് വന്നിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഓണം സദ്യ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജസീല, അപ്പോൾ ഏതൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്? ഇപ്പോൾ സത്യം പറയണമെങ്കിൽ ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ആഫ്റ്റർ ലോക്ക്ഡൗൺ ഒരുപാട് വർക്ക്സ് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഇങ്ങനെ ഭയങ്കര ബിസിയായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പടങ്ങളൊക്കെ കമ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡേറ്റ്സ് ക്ലാഷസ് അതൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്നു. ഭയങ്കര ബിസിയാണ് നമ്മുടെ ജസീല. ബിസിയാണെന്ന് പറയാം. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്, വർക്ക് അടിപൊളിയായിട്ട് നടക്കട്ടെ. പിന്നെ നമ്മുടെ പ്രമോദ് മണി, പറയൂ, പുതിയ വിശേഷങ്ങളൊക്കെ പറയൂ. എന്ത് പറയാൻ, അങ്ങനെ വീണ്ടും ഒരു ഓണം കൂടി അങ്ങനെയൊക്കെ എണിച്ചിട്ട് ഇപ്പൊ എത്രാമത്തെ ഓണാണല്ലേ? എനിച്ചിട്ട് 27ാമത്തെ ഓണം. കണ്ടാ പറയില്ല കേട്ടോ, കണ്ടാ പറയില്ല. ആദ്യത്തെ 10 കൊല്ലം നിങ്ങളപ്പോ ആഘോഷിച്ചില്ലായിരുന്നു? 10 കൊല്ലം ഇവന് അമ്നേഷ്യായിരുന്നു, ഓർമ്മയില്ല. അത് ഓർമ്മയില്ല. അത് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ 27ാമത്തെ ഓണം. ഓക്കെ. അപ്പൊ ഓണത്തിന് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം എന്താണ്? പിന്നെ പുതിയൊരു പ്രോജക്റ്റിലാണ്, അതിന്റെ വെയിറ്റിംഗ് ആണ്. സീരിയൽ നടക്കുന്നു. അപ്പൊ ഏതായാലും ഒരുപാട് നല്ല പ്രോജക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വരട്ടെ എന്നുള്ളതാണ് ഈ ഓണക്കാലത്ത് നമ്മൾ ആശംസിക്കുന്നത്, റൈറ്റ്? അപ്പോ ജാനകി അതിസുന്ദരിയായിട്ട് ഓറഞ്ച് കളർ ബ്ലൗസ് ഒക്കെ ഇട്ട് മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ജാനകിയുടെ വിശേഷങ്ങൾ? എന്റെ വിശേഷങ്ങൾ കുറച്ച് മൂവീസ് ഡിസ്കഷൻ ആണ്. കുറച്ചൊന്ന് മോഡലിംഗിലേക്ക് ഫോക്കസ് ചെയ്തു. അപ്പൊ അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതൊക്കെയാണ് വിശേഷം. അപ്പൊ ഏതായാലും നിങ്ങൾ 4 പേരും ഇന്ന് കോമഡി കൊണ്ടാട്ടത്തിന്റെ വേദിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ വേദിയിൽ വരുമ്പോ നമുക്ക് ചല്ലടിക്കാൻ നന്നായിട്ട് അറിയാം അല്ലേ? അത് നമ്മുടെ അത് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇവിടെ തമാശ അടിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ. ഇവിടെ ഒരു മിനിമം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാചകം അറിയണം. അതാണ്
മോശമായിപ്പെട്ടത്. എന്തു മോശം? മര്യാദ ഉണ്ടേ? എന്ത് മര്യാദ? നമ്മ അമ്മയോട് ഇരിപ്പോശം വെച്ചിട്ട് സ്നേഹം എന്നോട് പറഞ്ഞോട് ജോലിനി. എന്ത് ഇരിപ്പോശം? ഗസ്റ്റുകൾ വരുമ്പോ ഈ സൈസ് വൃത്തിയോട് പറയരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പോയെ ഇത് ഈ മൊത്തം പരിപാടിക്ക് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി എന്റെ തലയിൽ വന്ന് വീണ് പോയ ഒരു ചെറിയ ഇടുത്തിയാണ്. ഞാൻ പിന്നെ ഇങ്ങനെ ചുമന്നോട്ട് നടക്കുന്നതേ ഉള്ളൂ. ഇവരാണ് പറഞ്ഞോണ്ടിരിക്കുന്ന മോള്. അയ്യോ അല്ല, നിങ്ങളെ തന്നെയാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നിയില്ല അങ്ങനെ പറഞ്ഞത്. ഞാൻ പുകഴ്ത്തിയതല്ലേ കൊച്ചു കള്ള. 2 താരങ്ങളൂടെ വന്നത്. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ 2 താരങ്ങള് വരുമ്പോ ഞാൻ അറിയിക്കാം. അപ്പൊ ഞാനിവിടെ ഉണ്ടാവും. ഞാൻ ചായം പാലൊക്കെ അവിടെ ഇരുന്നോളും. എന്റെ വിധി. മര്യാദക്ക് ഒരു ഓണം ആഘോഷിക്കാൻ വേണ്ടി ഫ്ലവേഴ്സിൽ ഞാൻ വന്നതാണ്. ഇതിലും വലുത് എന്തോ വരാനിരുന്ന. അപ്പൊ എന്തായാലും നമ്മള് എന്താണ് അതിന്റെ സങ്കടകരമായ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ പരിപാടിയിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ നമുക്ക് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എല്ലാവർക്കും അറിയാം, നമ്മൾ വന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യണേക്ക് മുമ്പ് നിങ്ങൾക്ക് ഓരോ പാർട്ട്നേഴ്സിനെ കിട്ടും. ആ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവേഴ്സ് TV കോമഡി കൊണ്ടാട്ടത്തിന്റെ ചങ്സ് ആയിട്ടുള്ള കുറച്ച് താരങ്ങളാണ്. അപ്പോൾ ആ താരങ്ങളിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് സെലക്ട് ആവുക എന്നുള്ളത് ഒരു ടാസ്കിലൂടെയാണ് നമുക്കത് അറിയാൻ പറ്റുക. അപ്പൊ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഇവിടെ പേര് കേട്ട കുപ്രസിദ്ധരായിട്ടുള്ള കുറെ ചങ്കുകളുണ്ട്. അതിലേത് ഇടിവെട്ട് സാധനത്തിനെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണെന്നുള്ളത് നമുക്ക് ദൈവത്തിന് മാത്രം അറിയാം. അപ്പൊ ഷെഫേട്ടാ, ഞാൻ പറഞ്ഞിട്ട് വേണോ തള്ളിക്കൊണ്ട് വരാനായിട്ട്? പോയി തള്ളു മനുഷ്യ, ചെല്ലി പോയി തള്ളിക്കോ. ഞാൻ പണ്ട് അമേരിക്കയിലായിരുന്നു. അല്ല, ആ തള്ളല്ല ഞാൻ പറഞ്ഞത്. അവിടെ ഇരിക്കുന്ന ട്രോളി തള്ളിക്കൊണ്ട് വരാനാ പറഞ്ഞത്. ഇത് അത് തന്നെ. ഇവിടെ തള്ളുവണ്ടിണ്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടി 4 അടുക്കള ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുക്കളയിൽ കയറാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഷെഫേട്ടൻ നമ്മുടെ സംഭവം തള്ളിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ ജാനകി, യു കം ഫോർവേഡ്. ഇതിന്റെ അകത്ത് നിന്ന് വന്നിട്ട് ആ ബോക്സറിന് ഓപ്പൺ ചെയ്യുക. അപ്പൊ അതിലൊരു ക്ലൂ ഉണ്ടാവും. അതിലറിയാൻ പറ്റും ഇന്ന് ചങ്സിൽ ആരാണ് ജാനകിയുടെ കൂടെ കുക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഓൾ മൈ ബെസ്റ്റ് വിഷസ്. വേഗം പോയി തുറന്നു നോക്കിക്കോ. സൂപ്പർ താരം വരുന്ന പറഞ്ഞ ഇതിലാണോ ജോലെ? സൂപ്പർ താരം അതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുവാ ഞാൻ. സൂപ്പർ താരത്തിനെ അതെന്തോ അത് പൊക്കി കാണിച്ചേ, എല്ലാരും പൊക്കി കാണിച്ചേ. അതൊരു കാളവണ്ടിയാണല്ലോ. ഒരു കാളവണ്ടി റിലേറ്റ് ചെയ്ത ഒരു താരമാണ് ഇന്ന് വരാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, കാർത്തുമ്പി. എനിക്ക് സന്തോഷായി. മലപ്പുറംകാരി കാർത്തുമ്പിയും നമ്മുടെ ജാനകിയും നിങ്ങളുടെ അടുക്കളയിലേക്ക് പോയിക്കോളൂ. കൺഗ്രാറ്റുലേഷൻസ്. സൂപ്രതാരം വരൂടാ? പ്രതാരം ഒക്കെ വരും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നേ. കുടക്ക് സുന്ദരി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജസീല പോയിട്ട് ഒരു ബോക്സ് എടുക്കുക. അതിന്റെ ആരാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഒരു കാറാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിൽ വരാൻ പോകുന്ന താരം ആരാണെന്ന് നമുക്കറിയാമോ? ലെറ്റ്സ് വെൽക്കം കോട്ടയം കുഞ്ഞച്ചൻ. ഹൃദയവനിയിലെ ഗായികയോ യവന കഥയിലെ നായികയോ, ഹൃദയവനിയിലെ ഗായികയോ യവന കഥയിലെ നായികയോ, അഴകിന്റെ ആത്മാവിൽ അനുദിനം വളരുന്ന മലയാള സിനിമയിലെ മെഗാസ്റ്റാർ ഇതാ വരുന്നു. കോട്ടയം കുഞ്ഞച്ചനായി ഇതാ കടന്നു വരുന്ന സുഹൃത്തുക്കളെ. കടന്നു വന്നു. ഇപ്പുറം നിൽക്കുന്നു. വന്നിട്ടില്ല. ഇതാണ് ഇതാണ്. ആരും നോക്കണേ. പ്രിയമുള്ളവരെ, മമ്മൂക്ക വരുന്നുണ്ട്. എവിടെയാണെന്ന് നമുക്കറിയില്ല. ആരും നോക്കണേ. മമ്മൂക്ക കോട്ടയം കുഞ്ഞ കാണാൻ വന്നാണോ? ഞാനാണ് മമ്മൂട്ടി കുഞ്ചകൻ കോട്ടയം കുഞ്ഞച്ചനായിട്ട് ഞാനാണ്. അങ്ങനെ ഞാൻ എന്ത് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചെടുത്തിട്ട് മുണ്ടുണ്ട്, കണ്ണടയൊക്കെ ഉണ്ടായിരുന്നു. കൃഷ്ണ നമ്മൾ എന്തും ഭരിച്ചോളാം. ഞാൻ ആ ചെയ്യുന്ന കറക്റ്റ് കളിയാം. ഇത് ഇങ്ങനെ വരുമ്പോഴേക്ക് ഇങ്ങനെ മുണ്ട് പിടിച്ച കറക്റ്റല്ലേ? മുണ്ട് ഇങ്ങനെ എന്റെ പൊന്നോ, ഇപ്രാവശ്യമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും.
ഒരു കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് ചേട്ടാ, നന്നായിട്ടുണ്ട്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് അറേഞ്ച് ചെയ്ത ആർട്ടിസ്റ്റ്. ലേശം ഉളുപ്പെങ്കിലും വേണ്ടിയിരുന്നില്ലടാ. ഓ പിന്നെ പറയണ ആള് വലിയൊരു സൽമാൻ ഖാൻ. ആ ജസീലയുടെ അടുത്ത് പോയി നിന്നേ, അവിടെ പോയി നിക്കൂ. കണ്ടോ മമ്മൂട്ടി ശോഭന നിക്കണ പോലെ രണ്ടുപേരും നിക്കണ നോക്കിയേ, എന്താ ചേർച്ച. ഇപ്പൊ അടുക്കളയിലോട്ട് കയറി ഐശ്വര്യമായിട്ട് കണ്ട തലയെക്കെട്ടൊക്കെ വന്നപ്പോ എന്താ ഒരു ലുക്കാന്നേ. ഒരു കൈയുടെ വിളിച്ച നമ്മുടെ കോട്ടയം കുഞ്ഞിനെ. ഇനി ആരാ വരാനുള്ളത് നമ്മുടെ? ഇനി വരാനുള്ളത് വേറെ സൂപ്പർ താരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഏതായാലും അതാരാന്ന് അറിയണമെങ്കിൽ ജിഷിൻ ചേട്ടൻ കമോൺ. ഒരു സൈക്കിളാണ് ഇരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ആരാന്നറിയാമോ? കസ്തൂരി. അയ്യോ എന്ത് രസമായിട്ട് ഡാൻസ് കളിച്ച് നിക്കണമെന്നൊക്കെ പ്രേമിച്ചു കഴിഞ്ഞെങ്കിൽ അവിടെ അടുക്കളയിൽ പോയി നമുക്ക് അടുക്കള. ഈ ചേട്ടനെ എനിക്കറിയാം. കോട്ടയത്ത് ചായക്കട നടത്തുന്ന, ജംഗ്ഷനിൽ ചായക്കട നടത്തുന്ന കുഞ്ഞച്ചൻ ചേട്ടൻ. അഞ്ചനെന്ന് പൊളിക്കണേ സൂപ്പർ ഓക്കെ ബൈ. കം ഓൺ മിസ്റ്റർ പ്രമോദ്, നമുക്ക് അടുത്ത സൂപ്പർ ഇത് കള്ളക്കളിയാണ്. ഇത് 3 പേര് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവസാനത്തെ ഞാൻ എടുത്തല്ല പറ്റും. അത് ഭയങ്കര ഒരു സംഭവം വരാൻ പോകുന്നത്. പോയി എടുക്ക്. ഇതിന്ന് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റൂല, തുറക്കാത്ത പെട്ടി. യെസ് ആ ലോറി വരാൻ പോകുന്ന ആളാരാണെന്ന് അറിയാമോ? ജനഹൃദയങ്ങൾ കീഴടക്കിയ ആടുത്തോമാ. ഇതുപോലെ ഡാൻസ് കളിക്കുന്ന ഒരാൾ എനിക്കറിയാം. സുമേഷ് പഴന്തോട്ടം. ആ നിൽക്കുന്ന ആള് തന്നെയാണ് ഇത്. തോളിനെ പറ്റിയ തോളിനൊന്നും പറ്റില്ല. ഏതാ തോള് ശരിക്കും അല്ല പ്രമോദേട്ടാ, എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നേരെ നിന്ന മര്യാദക്ക് പാചകം ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ഇയാള് ചെരിഞ്ഞു നിന്ന് ഇനി എന്താണ് കാണിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. ഇത് മൊത്തം അനുഭവിക്കേണ്ട നമ്മ രണ്ടുപേരും. അതെ, നമ്മ രണ്ടുപേരുമല്ല, നിങ്ങൾ മാത്രം, നമ്മളില്ല. ഒരു ഓപ്ഷൻ ചോദിച്ചോട്ടെ, മാറ്റി എടുക്കാൻ പറ്റും? അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല. കിട്ടിയത് കൊണ്ട് അടുക്കളയിലോട്ട് വിട്ടോ. എന്ത് ചെയ്യും? ഞാനില്ല, അവന് താല്പര്യം ഞാൻ പോകണം. പറഞ്ഞത് കാര്യം അപ്പൊ എനിവേസ് എല്ലാരും നമ്മുടെ പാചകം ചെയ്യേണ്ട അടുക്കളയിൽ കയറി കഴിഞ്ഞല്ലേ, ഐശ്വര്യമായിട്ട് വലതുകാലം എടുത്തു വെച്ച് അടുക്കള പ്രവേശനം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇന്ന് എന്ത് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള അറിയണേ? അപ്പൊ അതിനുള്ള ടാസ്കിനുള്ള സമയമാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഭവം എന്താണെന്ന് അറിയാനുള്ള സമയമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. 1 മിനിറ്റ്. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. പായസം കുടിക്കണം. ഷെഫിന് പായസം കുടിക്കണം. എന്താ നമ്മൾ 4 അടുക്കളയിൽ നിൽക്കുന്ന 4 തരത്തിൽ തന്നെ പായസം കുടിച്ചു കളയാ. അപ്പൊ എന്ത് തരത്തിലുള്ള പായസങ്ങൾ വേണമെന്നുള്ളത് ഷെഫ് തന്നെ തീരുമാനിച്ചു. അത് പായൽ വെക്കാനുള്ള ഏത് പായസം ഞാൻ കഴിക്കും. അങ്ങനെ പറയാൻ പറ്റൂല. ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തോണ്ട് വന്നോ, ഇവർക്ക് കൊടുത്തോ. ഓക്കെ. ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്? അതത്രേ ഉള്ളൂ. അപ്പൊ അതുണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയില്ലെങ്കിലോ? ആഹാ, ഇവിടെ വന്ന് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 5-6 മാസം ഇതുവരെ ഒരു പായസം വെക്കാൻ പഠിച്ചില്ല. ആരാ ചോദിക്കണേ? അത് നുറുക്ക് ഗോതമ്പാണ് തോന്നുന്നുണ്ട്. അറിയണത് ഞാൻ തരും. ഷെഫ് കൊടുക്കേണ്ടതാണ് സംഭവം. നൈസ്. അരിയാണ് കിട്ടിയിട്ടുള്ളത്. അരി ഇവിടെ അടുത്തത്
ഇഷ്ടമുള്ള അത്രയും ടച്ചപ്പിന് മിച്ചർ പായസം. അപ്പോ ഏതായാലും ഷെഫ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മുടെ അടുക്കളയിൽ കൊടുത്തു കഴിഞ്ഞു. ഓരോരുത്തർക്കും ഓരോ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ്, അരി, പിന്നെ സേമിയ, അതുപോലെ തന്നെ പരിപ്പ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾ വിചാരിക്കേണ്ട ഇത് മാത്രം വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ പറ്റില്ല. പായസം ഉണ്ടാക്കാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വേണം അല്ലേ? പാലും പഞ്ചാരയൊക്കെ വേണം, എന്നാലാണ് പായസം ആവുള്ളൂ. അപ്പൊ അതിന് ഒരു ചെറിയ ടാസ്ക് ഉണ്ട്. ഈ വേഷം ധരിച്ച് നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം അവരവരുടെ ക്യാരക്ടർ ഏതാണെന്നുള്ളത്. ആ ക്യാരക്ടറിന്റെ പാട്ട് പ്ലേ ആകുമ്പോൾ ഇവിടുന്ന് സ്റ്റോറിലേക്ക് ഓടുക. ആ പാട്ട് പ്ലേ ചെയ്യുന്ന അത്രയും സമയം നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് വാരിയിടാം. പാട്ട് എപ്പം നിൽക്കുന്നോ അപ്പം ഫ്രീസ് ആയിക്കൊള്ളണം. വെള്ളം കേൾക്കണ്ട, അപ്പം ഫ്രീസ് ആയിക്കൊള്ളണം. അടുത്ത പാട്ട് ആരുടെയാണോ അപ്പൊ അയാൾക്ക് പോയി സാധനങ്ങൾ എടുക്കാനുള്ള സമയമാണ്. അപ്പൊ ക്യാരക്ടേഴ്സ് എല്ലാരും റെഡി ആണല്ലോ? അടുത്തോമ്മ അപ്പൊ ഏതായാലും കൊട്ടയം വട്ടിയൊക്കെ ആയിട്ട് റെഡിയായി നിന്നോ. പാട്ട് കേട്ടാൽ ഉടനെ ഓടണം. പായസത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കണം. പാല് വേണമല്ലോ പായസം വെക്കാനായിട്ട്. പാലിരിക്കുന്നത് നമ്മുടെ ലീബന്റെ ഫ്രിഡ്ജിന്റെ അകത്താണ്. അപ്പൊ ഫ്രിഡ്ജിന്റെ അകത്ത് പാലുണ്ട്. അപ്പൊ പാട്ട് വരുമ്പോ ഓടിക്കൊള്ളണം ഏത് ക്യാരക്ടേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ എല്ലാരും റെഡിയാണ്? ഹൃദയവനിയിലെ ഗായികയോ യവന കഥയിലെ നായികയോ ഹൃദയവനിയിലെ ഗായികയോ യവന കഥയിലെ നായിക കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേൻ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി ഹൃദയവനിയിലെ ഗായികയോ യവന കഥയിലെ നായികയോ ഹൃദയവനിയിലെ ഗായികയോ യവന കഥയിലെ മാനം തെളിഞ്ഞേ ഇനി എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോരെ. ഓരോരുത്തരുടെ അടുക്കളയിട്ട് പോക്കോ. വിട്ടോ വിട്ടോ വിട്ടോ. ഓടിക്കോ ഓടിക്കോ. എനിക്കൊരു കാര്യം മാത്രമേ പ്രേക്ഷകരോട് പറയാനുള്ളൂ. ഒരു മഹതി പായസം ഉണ്ടാക്കാൻ എടുത്തോണ്ട് സാറോട് കൊടപ്പുളി തൈരും ഇത് വെച്ച് ഭൂമിയിൽ ഏത് പായസമാണ് ദൈവം ഇവർ ഉണ്ടാക്കാൻ പോകുന്നത്? വെച്ചോട്ടോ, ഫ്രണ്ടിൽ തന്നെ വെച്ചോ. കണ്ട ബർത്ത്ഡേകൾ പൊളിക്കും. നന്നായിരിക്കും. വെള്ള കളറല്ലാണ്ട് മാറിപ്പോയതാണ്. ഇത് ഞാന് വലിയ മുന്തിരിയാണെന്ന്, ഉണങ്ങിയ മുന്തിരിയില്ലേ, അതൊക്കെ നോക്കിയപ്പോ കണ്ടില്ല. അപ്പൊ ഞാൻ വെച്ച് വലുതാക്കി വലിയ മുന്തിരിയായിട്ട് വെച്ചതാണ്. അപ്പൊ എന്റെ ബർത്ത്ഡേ ഞാൻ ബാത്റൂമിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? എങ്ങനെയാലും ഞാൻ ടേസ്റ്റ് ആക്കും ഷെഫിന് വേണ്ടി. അപ്പോ എല്ലാവർക്കും എല്ലാ ഇൻഗ്രീഡിയൻസും കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ടീം അംഗങ്ങൾ എല്ലാവരും കുക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് പായസം വെച്ച് തുടങ്ങാനുള്ള സമയമാണ്. ഇതിന്റെ ഇടയിൽ പല പല പണികൾ വരും. അത് ഇപ്പൊ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഷെഫേട്ട നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. Ready, 1, 2, 3, go! ഓക്കെ, താങ്ക് യു. കൊച്ചേ ഈ ശർക്കര എവിടെ ഉണ്ടായി?
കരിഞ്ഞ ശർക്കരയാണോ? അല്ല, കൂളിംഗ് ഗ്ലാസിന്റെ. ഞാൻ ജിഷിന്റെ സീരിയലൊക്കെ സ്ഥിരം കാണുന്നതാ കേട്ടോ. ഞാൻ ഭയങ്കര ആരാധിക. എല്ലാത്തിലും വില്ലനായിട്ടാണ്. എന്നാ പോലും ജിഷിൻ ചേട്ടനെ സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ഇങ്ങനെ നോക്കിയിരുന്ന പേടിയാവില്ലേ? അതുകൊണ്ട് പറയരുത്, ഒരു ആരാധിക എങ്ങനെ വിഷമിപ്പിക്കരുത്. ഇങ്ങനെ നോക്കിയിരുന്ന എനിക്ക് പേടിയാവില്ലെന്നാ ചോദിച്ചത്. അങ്ങനെ എന്നെ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ ചേട്ടന്? അല്ല, നിനക്ക് പേടിയാവില്ലെന്നാ ചോദിച്ചത്. വില്ലനല്ലേ? അല്ല, എന്നാലും ചേട്ടന്റെ ആ ഉണ്ടക്കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതെന്തായത്? ചുട്ടി കുത്തിയതാണോ? കണ്ണ് വെക്കാതിരിക്കാൻ. യോ, യജ്ഞത്തിന് പോകുമ്പോ എന്തോരം ചേട്ടന്മാരാ കണ്ണ് വെക്കുന്നതെന്ന് അറിയോ? എത്ര പേർക്ക് വേണ്ടി ഉണ്ടാക്കണം? ഈ ഒരു ചെറിയ ഉണ്ണിവയർ നിറയ്ക്കാനുള്ള പായസം ഉണ്ടാക്കി ഒരാൾക്ക് ഉണ്ടാക്കിയാൽ മതിയാ? എനിക്കേ സത്യം പറഞ്ഞാണല്ലോ, നമ്മളിടയിൽ നിൽക്കുമ്പോ എന്റെ വീട്ടിൽ നിൽക്കണ ഒരു ഓർമ്മ. ആണോ? ഭാര്യയായിട്ട് നിന്ന് കുട്ടിക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ചേട്ടാ. തേങ്ങ ചേരണ്ടി തേങ്ങ ചെറു അതിന്റെ ശർക്കര. തേങ്ങ ഇങ്ങനെ ചേരണ്ടുമ്പോ കുറച്ച് ശർക്കരയുടെ കൂടെ തിന്നാൻ നല്ല ടേസ്റ്റ്. ചേട്ടാ, ആ പുളിശ്ശേരി ഉണ്ടാക്കിക്കണ്ടായിരുന്നേ. നിനക്ക് തിന്നാനല്ല, അത് ഞാൻ തരാം. ദേ, ആ പരിപ്പ് കരിഞ്ഞു. കുഞ്ഞച്ചൻ ചേട്ടോ, കുഞ്ഞച്ചൻ ചേട്ടോ. കന്നഡയും മലയാളവും തമ്മിലൊരു ചെറിയ കൊളാപ്ലിക്കേഷൻ ആയിട്ടങ്ങ് പോകാം. നമുക്ക് മുന്നോട്ട് നമുക്ക് പോകാം. ഈ പായസമൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാം. ഇടയ്ക്കങ്ങ് നോക്കുമെങ്കിലും ചെയ്യുക. ഒരു മൂട്. ഞാൻ പലരെയും കൂടെ ഇതുപോലെ പാചകത്തിൽ നിന്നുണ്ട്. നിന്നെ പോലെ ഒരു പരാജയത്തിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ. അണ്ണ ഇത് ആരുമേ വയറ്റിയിട്ടേ അത് ഇങ്ങോട്ട് ഇടാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു ബൈക്കിനകത്ത് രണ്ടുപേരും കൂടി ചുമ്മാ മൂന്നാർ കറങ്ങാനാണ് ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്. എനിക്ക് തണുപ്പ് സ്ഥലം തീരെ പിടിക്കില്ല. ചേട്ടാ, ഇതാ അടയ്ക്കെന്നാ. അല്ല, മൂന്നാർ തണുപ്പല്ലേ, നീ അടയ്ക്ക്. എന്തിനാണ് നീ എന്നെ സെലക്ട് ചെയ്തത്? നിങ്ങൾ സമാധാനത്തെ ഇരിക്കണ്ട. നിങ്ങൾ ഇന്ന് ലാലേട്ടറായിട്ട് വന്നത് തന്നെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ കിട്ടുമെന്ന് വെച്ചിട്ടാ. ഞാൻ പാല് കാച്ചാൻ പോയി, ഇവിടെ വന്ന് ശല്യം ഉണ്ടാക്കി. പോയടാന്ന് ഓർമ്മത്തിന് വിളിച്ചോ? ഇല്ല. പശുവിനെ കറക്കുന്ന പോലെ ഒരു പാക്കറ്റ് പൊട്ടിച്ചോരിക്കണം. ഇത് ഇവിടെ ഇരുന്ന് തിന്നാനാണോ നിന്നെ കൊണ്ടുവന്നത്? നിർത്തിയ രീതി അത് ഇവിടെ കത്തിച്ച് വെച്ച അടുപ്പ് അവൻ നിർത്തി വെച്ചിട്ടാ ഈ പണി മുഴുവൻ ചെയ്യണേ. എന്റെ ദൈവമേ, ഇത് പൊളിഞ്ഞേ. തീപ്പെട്ടി ഉണ്ടോ? തീപ്പെട്ടി വീഡിയോ വിളിക്കാൻ പോണേ. അതല്ല, ഇത് കത്തിക്കാനായിട്ട്. എടാ, തീപ്പെട്ടി അല്ല. ഈ സുനയുടെ പേരെന്താണ്? മറന്നുപോയി. പ്രകാശ്. ഇതാണ് പ്രകാശ്. ചുവന്ന തലയുള്ള പ്രകാശ്. എന്താണ് എന്താ വരാത്ത? എത്ര നേരായി തുടങ്ങിയിട്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ പറ്റില്ല. ഇത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല. സാധനമൊക്കെ എന്താണ്? ഇവന് ഒരു പെണ്ണ് ഇങ്ങോട്ട് വരാൻ പോലും സമ്മതിക്കണില്ല. പൊന്നലിയ നമ്മുടെ ചെലവ് നോക്കണ്ടു. നിനക്ക് പോവാം, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളത്. കുഞ്ഞച്ചൻ ചേട്ടാ, ഇത് മാത്രമായി സാധനം. ഇത് നമ്മളെല്ലാം അറിയുന്നുള്ളൂ. ഇത് തിളയ്ക്കുന്നില്ലല്ലോ. അവരുടെ പായസം ഇപ്പൊ തന്നെ. ഞങ്ങളുടെ പായസം എന്ത്? ഞങ്ങളുടെ പായസം എന്ത്? നിങ്ങൾ എന്താണ് ഫസ്റ്റ് കിട്ടും, നോക്കിക്കോ. ഫസ്റ്റ് കിട്ടും, പണി കിട്ടും. നീ എന്തിനാണ് ഈ വെറുകിനെ പോലെ ഇവിടെ കറങ്ങണം? ഈ എന്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം മറ്റുള്ളവർ കൊണ്ടുവന്ന് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ചെലവ് എനിക്ക് തിരിച്ചു കിട്ടണം. എനിക്ക് ഈ ചെലവ് മാത്രമേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്താ ബഹളം? ബഹളം എന്താ ഇവിടെ? എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഓരോ പരിപാടിക്ക് എനിക്ക് ഒരു പെണ്ണുങ്ങളെ തന്നത്. നിങ്ങളിപ്പോ ഈ ലാസ്റ്റ് സമയത്ത് ഈ പായസം ഉണ്ടാക്കണം, ഈ ജെല്ലിക്കെട്ടുകാളെ എനിക്ക് തരേണ്ട വല്ല കാര്യമുണ്ടോ? ഇവൻ ഏതാണ്ട് വാറ്റം കണ്ടുണ്ടാക്കിയ കമ്പനിയിൽ നിന്ന് വന്നേക്കണം. ഇവിടെ എന്താണ് ആക്ച്വലി എന്റെ ഈ കുക്കർ ഇവിടെ പോയി. കുക്കറി ഷോ ആണോ അതോ ലവ് ഷോ ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് ഫുഡാണെങ്കിലും നമ്മൾ സ്നേഹത്തോടെ കൊടുക്കണം എന്നാണല്ലോ. ഈ സുന്ദരി കെട്ടി വന്ന് നമ്മൾ കൊഞ്ചി കുഴഞ്ഞ് മേത്തൊക്കെ ഒന്ന് തൊട്ട് തലോടിയൊക്കെ വന്നിട്ട് എല്ലാത്തും ഒന്ന് കൂടാവുന്ന തേങ്ങ പൊട്ടിച്ചു കൊടുത്തു, തേങ്ങ ചിരണ്ടി അതെടുക്കാൻ ഓടി സകല പണിയും ചെയ്യിപ്പിച്ചു. ഞാൻ തോറ്റുപോയി എന്നാ പറയാ വൃത്തിയുടെ കാര്യത്തില്. വൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സകലതും കഴുകി, എന്നെ ഒഴികെ ബാക്കി എല്ലാം കഴുകി. അല്ല, ഞാൻ കരുതി നീ ഇന്നത്തെ ബക്കറ്റ് വെള്ളമല്ലേ ഇരിക്കുന്നേ, വിളിച്ചിരുത്തി കുളിപ്പിക്കണം. അല്ല, ഒരു ബക്കറ്റ് വെള്ളമല്ല, ആർട്ടുകാരോട് പറഞ്ഞ് സെപ്പറേറ്റ് 2 ബക്കറ്റ് വെള്ളം കൊണ്ടിരിപ്പിച്ചെന്ന്. ഞാൻ നോക്കുമ്പോ തേങ്ങ ചിരടുന്നു, മറ്റേ മുതുക് തടവുന്നു, തേങ്ങ ചിരകുന്നു, മുതുക് തടവുന്നു. എനിക്ക് വേദന നടുവേദന എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതാക്കാൻ തുടങ്ങിയപ്പോഴാണ് വന്ന് തഴുകി എന്നെ അവിടെ ഇരുത്തിയത്. ഞാൻ ആ സ്നേഹത്തോട് പോയി പതറിപ്പോയി. ഞാൻ സുന്ദരിമാരെ കൊണ്ടൊക്കെ നടുതിരിപ്പിക്കുന്നത് ഒരു വല്ലാത്ത ടിഷ്യൂ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കുമ്പോ VIP അവിടെ എന്റെ മുഖം ഒന്ന് ഒപ്പി തരുന്നൊക്കെ. വേറെ രസമുണ്ട്, തുളിച്ച് തേങ്ങക്കകത്ത് വേർപ്പ് വീടണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞാൻ ഈ കുട്ടിയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാം പ്രതീക്ഷയോടെ വന്നു എന്നറിയാവോ? നടക്കുവോ?
ചേട്ടാ ഇതൊന്ന് കഴുകി വെക്കും പ്ലീസ്. ഇതൊന്ന് നെക്സ്റ്റ് ഏലക്ക പൊടിക്കാനുള്ളതാണ്. ഒന്ന് പെട്ടെന്ന് കഴുകണം ചേട്ടാ. ഇതെല്ലാം ഒരിടത്തേക്കല്ല വെച്ചാ പോണം. ഇത് പിന്നെ പ്രത്യേകിച്ച് കഴിവുള്ളതെല്ലാം. എങ്ങനെയുണ്ട് നമ്മുടെ കൂടെ കിട്ടിയ താരം ജാനകി? എങ്ങനെയുണ്ട്? വെറുതെ അങ്ങനെ വന്നിരിക്കുകയാണ്. ഒന്നും നിശ്ചയില്ല. ഞാൻ പറഞ്ഞുതരാം നയന എങ്ങനെ കുക്ക് ചെയ്യണമെന്നുള്ളത്. എന്താണ് നിങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. പാവം കൊച്ച് മോളെ എന്തെങ്കിലുമൊക്കെ പണി പറഞ്ഞ് ചെയ്യിപ്പിക്കി. ജുവൽ എന്ത് മനോഹരമായിട്ട് സംസാരിക്കണം. എന്താ ശരിക്കും ജുവലിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് ജുവലിനോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നു. മതി ജുവല് വീണു എന്റെ ഡാൻസിൽ. അപ്പൊ ബാക്കി നമുക്ക് അങ്ങോട്ട് ചെല്ലാം. RKG നെയ്യുടെ കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കശുവണ്ടിയും കിസ്മസും ഒക്കെ ഇങ്ങനെ വാരി വരുത്തിന്റെ എന്ത് രസം നോക്കണേ. എനിക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമായത്. നീ കലക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി. നൈസ്. ഇത് സേമിയ പായസമല്ല, സേമിയ ഈ ഇളക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നമ്മൾ മിസ്റ്റർ പോഞ്ഞിക്കറിയാണ് ഇവിടെ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ആദ്യ ക്ലാസ്സിൽ പിടിച്ച വെറൈറ്റി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് വെള്ളവും പറ്റി പായസം ഒരുമാതിരി ബർഫി പരുവത്തിലായിട്ടുണ്ട്. ഇത് എന്തോന്ന് കേട്ടോ ഇത്? കേരളത്തിൽ പോലൊരു സേമിയ കാണത്തില്ല. കേരളത്തിൽ ഇത് ഞാൻ ഇടപെട്ടല്ല ശരിയാവുള്ളൂ. എന്തെങ്കിലും ഒന്ന് ചെയ്തേട്ടാ. ഈ ഉപ്പുമാവ് ഉപ്പുമാവോ ഇതാ ഇത് എന്നാ ഉള്ളിക്കറിയോ? നമുക്ക് എണ്ണയിൽ വറക്കാനുണ്ട്. വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇനി ചിരിച്ചാ മതി. ചെയ്യാനാന്ന് പറഞ്ഞു. ഇത്രയും നന്നായിട്ട് പാചകം ചെയ്യാനുള്ള സമയവും സൗകര്യവും സാധനങ്ങളൊക്കെ കൊടുത്തിട്ടും ഒരു നടക്ക് പോകുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഷെഫേട്ടാ ഞാൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. ഇവരിങ്ങനെ കൈവിട്ട് കളിച്ചാൽ ശരിയാവില്ല. അപ്പൊ അടുത്ത ബസറോട് കൂടി ഈ നാടകം യഥാർത്ഥത്തിൽ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കുള്ള പണി വരാൻ പോവാണ് മക്കളെ. എല്ലാരും റെഡി ആയിട്ടിരുന്നോളൂ. ഏതായാലും കോമഡി കൊണ്ടാട്ടത്തിൽ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പണി തന്നെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. സന്തോഷമായില്ലേ എല്ലാവർക്കും? എന്തോ ഒരു ഉത്സാഹമില്ലാത്തത്? ഇത്ര വെറൈറ്റി പണി തന്നിട്ട് പണിയായി പോവാണ്. അപ്പൊ ഏതായാലും അടുത്ത ബസറോട് കൂടി പാചകം പുനരാരംഭിക്കേണ്ടതാണ്. ഓക്കെ, ഒരു മിനിറ്റ് ഞങ്ങൾ ബാലൻസ് ചെയ്ത് നിൽക്കട്ടെ. ഇങ്ങോട്ട് തള്ളല്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എനിക്കൊരു പാട്ട് ഓർമ്മ വന്നെ. ഏത് പാട്ടാ? ഏതായാലും അടുത്ത ബസറോട് കൂടി നമ്മൾ ഈ പരിപാടി അങ്ങോട്ട് ആരംഭിക്കുകയാണ്.
ഒന്ന് കഴിക്കാം. കത്താത്ത, ഇതൊക്കെ കത്താത്തെ. കയ്യിലിട്ട് ഇളക്കടാ, നീ കിടന്ന് ഇളകല. അവസരം മുതലാക്കല. എടുക്കാൻ പോയതാ, തെറ്റിയില്ലേ? കുറച്ച് ഫ്രണ്ട്ലിക്ക് കാലാ, എനിക്ക് തരാണ്ട് തിന്നാണോടാ നീ മറയിൽ നിന്നോണ്ട്. ഇതിപ്പോ കർത്താവിന്റെ അടുത്ത് വെച്ചൊരു കള്ളനെ കുരിശി തറച്ച് വെച്ചിരുന്നു അതുപോലെ ഇരിക്കുന്നേ. എന്നെ കൊണ്ട് പോലത് ഞങ്ങൾ സെർവ് ചെയ്യാം. ഞങ്ങൾ ചെയ്യാൻ പോവാണ്. അപ്പൊ സെർവ് ചെയ്യൂ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവന് അതിലിട്ട് ഇളക്കാണ്, നീ എന്നെ ഇട്ട് ഇളക്കാണ്. ഇത് വടംവലി മത്സരമല്ല, ആദ്യത്തെ ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് സെക്കൻഡ് ആണെന്ന്. സെക്കൻഡ് ഐറ്റം അതിലൊന്നുമില്ല. ഇത് കിടുതാൻ, ഇത് വെറൈറ്റി നോക്കിയാ ഫൈനൽ സെക്കൻഡ് ഐറ്റം ആണെന്ന്. അര സ്പൂൺ പാലില് 1/4 സ്പൂൺ സേമിയിട്ട് ഇളക്കി ഒരു കാര്യം കുറച്ച് തേങ്ങ മുഴുവൻ കഴിച്ചിട്ട് വീട്ടിൽ പോയാ മതി. പിന്നല്ലാതെ മരത്തിലൊക്കെ ഒരുപാട് കെട്ടി വെച്ചോണ്ട് ഇവനെ അത് വലിയ പ്രശ്നമല്ല. ഒരുപാട് കഷ്ടപ്പെടേണ്ടി നീ അത് എങ്ങനെ അപ്പുറം കൊണ്ട് ഒഴിക്കും? ഒരു റൗണ്ട് എടുക്കുക. പാല് വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ എത്തിയല്ലോ ദൈവം. മോളെ ആ പായസം പാല് ഒഴിക്കാൻ സ്ഥലം അവിടെ നിക്കാം, അവിടെ. അവിടെ വെക്കാം, അവിടെ വെക്കാം. രണ്ടാം പാല് ഒഴിക്കുവാണേ. രണ്ടാം പാൽ ഒഴിച്ച് ഞാൻ തിളപ്പിക്കണം. തിളപ്പിക്കണം. എന്തൊക്കെ പണിയുണ്ടെന്നറിയോ? അടിക്ക് പിടിക്കല്ലേ ഏട്ടാ. ഇല്ല പാലൊഴിച്ചേ ഉള്ളൂ. കുഞ്ഞച്ചൻ ചേട്ടന്റെ എന്നാ ഒരു ഇരിപ്പോശാന്ന് നോക്കിക്കേ. ഇതാണോ കുഞ്ഞച്ചൻ ചേട്ടൻ മറ്റേ സിനിമയിൽ പറഞ്ഞിട്ടുള്ള ഇരിപ്പോശം? മോനെ കണ്ടു കൊതിച്ചിട്ട് കാര്യമില്ല. ഇതിനൊക്കെ യോഗം വേണം. അവസരം മുതലാക്കാനുള്ള കഴിവ് നിനക്ക് ഉണ്ടായിരുന്നെങ്കിലേ സിനിമയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് പണ്ടേ രക്ഷപ്പെട്ടു വേണം. കുഞ്ഞച്ചൻ ചേട്ടാ വീട്ടിലായിരിക്കും ഉള്ളത്? അതിപ്പോ ഓർമ്മിപ്പിക്കല്ലേ ഈ അവസ്ഥ ഓർമ്മിപ്പിക്കണം. വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്? എനിക്ക് തോന്നുന്നു ഈ തേങ്ങ ഇട്ട ഇത് കൊളാവോ. അതെ, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കിടക്കാം അല്ലേ? ഓക്കെ, ഇത് മതി. അതിന്റെ അകത്ത് പെറുക്കി ഇടുന്നില്ല പായസത്തിൽ? ഇല്ല അത് ഇടുന്നില്ല. ഞാൻ എങ്ങോട്ട് പോന്നെ? നീ എനിക്കൊരു സിഗ്നൽ കണ്ടു പോടി. സിഗ്നൽ എടുത്തോ. എന്റെ പായസം ഇത് കഴിക്കും. അപ്പൊ അതവിടെ കിടന്ന് തിളക്കട്ടെ. അവിടെ വേറെ പലതും തിളച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞച്ചൻ ചേട്ടന്റെ മനസ്സിലാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് ബിംബെടുത്ത് വെക്കാൻ പോണത്? ക്ലീൻ ചെയ്യണല്ലോ. അതായത് ഞങ്ങളൊരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോ അതുപോലെ ചവറകളൊന്നായിട്ട് ഇനി എന്നെ കുറ്റം പറയരുത്. ഇനി എന്നെയോ കുറ്റം പറയില്ല. ഒരു വക ചെയ്യില്ല, ചെയ്യാൻ സമ്മതിക്കില്ല. ചെയ്യാൻ സമ്മതിക്കില്ല. നീ ഇതിന്റെ കൂടെ നടന്ന് ഈ ഭാഷ പഠിച്ചു ശരിക്കും നിന്റെ നാട് എവിടെയാ? ട്രിവാൻഡ്രം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. പോകുമ്പോ വേണ്ട, അയ്യോ വേണ്ട, വെറുതെ ചോദിച്ചാൽ ഞാൻ ഓണം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകുള്ളൂ. ഫ്രീ ആയിട്ട് തരാൻ തന്നെ വേണ്ട. അല്ല ഇതിന് ഒഴിക്കണ്ടേ? അത് ഒഴിക്കണം. അത് ലാസ്റ്റ് ഇതൊക്കെ പെറുക്കിയിടണ്ടേ? അത് പെറുക്കിയിടാൻ വായിലോട്ട് ഇടാനല്ല. ഞാൻ ഏതായാലും ഇവിടെ ചെറിയൊരു ബ്രേക്ക് വിളിക്കാൻ പോവാണ്. അതെ, എല്ലാരും ഒന്ന് വന്നേ. എല്ലാരും ഒന്ന് മുന്നോട്ട് വന്നേ. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേ. അപ്പൊ നമ്മുടെ RKG നെയ്യിൽ കിടന്ന് ഈ പായസമൊക്കെ ഇങ്ങനെ തിളയ്ക്കുന്ന ആ ഒരു ഗുമുഗുമാന്നുള്ളൊരു രസത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സയാമി സെർട്ടകളെല്ലാം റെഡി ആയിട്ട് നിൽക്കാണ്. അപ്പൊ നമ്മുടെ ഷെഫിന്റെ ബർത്ത്ഡേ പൊളിഞ്ഞു എന്ന് പറഞ്ഞ് കുറെ നേരമായിട്ട് കിടന്ന് കരയണു. അപ്പൊ അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നൊരു സംഘ നൃത്തം ഈ ഒരു വെച്ചുകെട്ടലോട് കൂടി അതിന്റെ കുറവൂടെ ഉള്ളൂ. എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ എന്നെയും ജുവലിനെയും കൂടി ഒന്ന് കെട്ടാമോ? നിന്നെ കെട്ടിയത് തന്നെ അവിടെ കിടന്ന് അനുഭവിക്കുക. അതെ. അപ്പൊ ഏതായാലും ഒരു പാട്ട് വെച്ച് തരുമ്പോൾ നമ്മൾ നമ്മുടെ സംഘ നൃത്തം ആരംഭിക്കാൻ പോവുകയാണ്. കമോൺ ഗൈസ്, എനിക്ക് ഡാൻസ് കളിക്കാൻ കൊതിയാവും.
കുഴപ്പമില്ല. ഇപ്പോഴാണ് ഹാപ്പി ആയത്. നല്ല സന്തോഷമായില്ലേ എല്ലാവർക്കും? ഇപ്പോഴാണ് ഹാപ്പി ആയത്. അപ്പൊ ഇനിയിപ്പോ എല്ലാരും തിരിച്ചു പോയി പാചകം ഇങ്ങനെ അതാണ് തന്നെ പോണോ? ഇങ്ങനെ തന്നെ പോണം. എവിടേക്ക് തിരിച്ചു പോ, പാചകം കംപ്ലീറ്റ് ചെയ്യും. ഈ മാറ്റി തരുമോ? ഈ ദൈവമേ, ഇതുമായിട്ട് വീട്ടിൽ പോകേണ്ട അവസ്ഥയാണ്. പിന്നെ ആരെങ്കിലും ഒന്ന് മാറ്റി എപ്പെങ്കിലും ഒന്ന് കേറി. തന്നില്ല. അവള് ടൈമിങ്ങിന്റെ കാര്യത്തിൽ ഒന്നാം നമ്പറാണ്. കഷ്ടമെന്ന് പറയാ. അപ്പൊ അടുത്ത ബെസറില് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി അഴിച്ചു മാറ്റാവുന്നതാണ്. എന്നിട്ട് ബർത്ത്ഡേ ബോയ്ക്കുള്ള പായസങ്ങളുമായിട്ട് നമ്മുടെ ടീം അംഗങ്ങൾ ഇങ്ങോട്ട് വരും. നമ്മൾ സാധാരണ പോലെ തന്നെ ടേസ്റ്റ് ചെയ്യും. ഈ പായസം മുഴുവൻ നിങ്ങളുടെ ഉണ്ണിവയറിൽ ഞാൻ കുത്തിക്കിട്ടരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പായസം സെർവ് ചെയ്ത് എല്ലാവരും ടീം അംഗങ്ങള് ഇനി നമ്മുടെ ഷെഫിന് പായസം കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാം. വേഗം സെർവ് ചെയ്ത് കൊണ്ടുവന്നോളൂ. റെഡി ആയിട്ടുള്ളവരൊക്കെ മുന്നോട്ട് വന്നോളൂ. കമോൺ. ആഹാ, താലപ്പൊലിയൊക്കെ ആയിട്ട് വന്നല്ലോ പറഞ്ഞു എനിക്ക്. അപ്പൊ വാ ഷെഫേ, നമുക്ക് ആദ്യത്തെ ടേസ്റ്റിംഗ് നടത്താം. ഷെഫിന് എന്നെ പോലെ തന്നെ എന്തേ നല്ല രസമുണ്ടോ? സീരിയസ്ലി സീരിയസ്ലി താങ്ക് യു. പറഞ്ഞതിന്റെ അർത്ഥം എന്താന്നുള്ള ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. എന്റെ മുഖത്തത് നിങ്ങൾക്ക് അത് വായിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ എന്താ വിചാരിക്കുന്നത്? എന്റെ ടീം തന്നെയല്ലേ ഇത് എന്നല്ലേ വിചാരിക്കുന്നേ? അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. പായസം മൊത്തം ഊതിക്കളഞ്ഞ അണ്ടിപ്പരിപ്പ് മാത്രം നിന്നോ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഇതൊക്കെ ടേസ്റ്റ് എനിക്ക് വയ്യ. എന്റെ വൃത്തിയുടെ നിറകുടമേ, ഞാനിങ്ങനെ പഠിച്ചു. വേറൊരു മനുഷ്യരെ കൊണ്ട് തന്നിട്ടില്ല പായസം കുടിച്ച് കൈ തുടക്കാനായിട്ട്. ടേബിൾ കണ്ടോ? എന്റെ കൂട്ടത്തിൽ ഇപ്പൊ വൃത്തിയോടായിട്ടിരിക്കുന്ന ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സമയം കിട്ടുമ്പോ എന്നെ തുടക്കേണ്ടത്. യെസ്, സുമേഷ് ജി ആൻഡ് പ്രമോദ് ജി, come on. ഷെഫിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങള് മഞ്ഞപ്പൊടി ഞങ്ങളത് ഓരോ സമയം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു. ഷെഫിന്റെ പായസം വേണമല്ലോ. പായസം വേണമല്ലോ. അപ്പൊ ഞങ്ങള് പായസ കേക്കാണ്. ഇതാണ് ബർത്ത്ഡേ സ്പെഷ്യൽ പായസ കേക്ക്. കേക്ക് പായസമാണ് ഈ പിറന്നാൾ ആഘോഷിക്കുവാൻ. ഹാപ്പി ബർത്ത്ഡേ പഠിക്കോളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഷെഫ്, ഹാപ്പി ബർത്ത്ഡേ ഷെഫ് കൂണ്. ലോകത്തിൽ ആദ്യമായിട്ട് കത്തി കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ഷെഫ്, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. പായസ കേക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന സാധനം. ഇതാണ് പായസ കേക്ക് എന്ന് പറയും. ഓക്കെ, അടുത്ത കുറച്ച് ഇനി മേല ബർത്ത്ഡേ എന്ന് പറഞ്ഞോണ്ട് വന്നു. സ്പൂണുണ്ട് കഴിക്കാനായിട്ട്. ഇഷ്ടപ്പെട്ടിട്ട് ഈ പരിപാടി നിങ്ങളുടെ ടീം സ്പിരിറ്റിനെ സംഭവിച്ചിരിക്കുന്നത്. ഭൂലോക പരാജയമായി പോയ ഒരു പായസമാണ്. അതെടുത്ത് ഈ ഷേപ്പിലാക്കി കേക്കാന്ന് പറഞ്ഞു. പരാജയം ഇത് ബർത്ത്ഡേന്ന് കള്ളം പറഞ്ഞ എന്നെ ഇങ്ങനെ ചെയ്തിട്ടുങ്ങ കഴിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടല്ലോ. പൊന്ന് പ്രമോദേ, മിനിമം ആ സേമി ഒന്ന് വേവിക്കെങ്കിലും. റെസിപ്പി ഒന്ന് നീ പറയാമോ? എനിക്ക് ഇതിന്റെ റെസിപ്പി ഇല്ല. എങ്ങനെയോ ഒരു ബിപി ഇല്ല. ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഉഗ്രം പായസം ഞാൻ ഉണ്ടാക്കി തന്നേനെ. അയ്യോ എന്റെ പൊന്നോ, തള്ളിയത് മതി. അവിടെ പോയി നിന്നോ കേട്ടോ. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് കഴിച്ചോട്ടെ. വേറെന്തോ വലുത് വരാനിരുന്നതാ. വായന വെച്ച സാധനം വയറ്റി ചെന്നില്ല. അതിന് മുമ്പ് അവന് എക്സ്പ്രഷൻ വിടുക. ചേച്ചി വേണോ ചേച്ചി? അല്ലെന്ന് വേണം ചേച്ചി. തിരിച്ചു പോണ്ടേ? വെള്ളം ഇവിടെ സൗകര്യമുള്ള വെള്ളം സൗകര്യം എവിടെയാണ്? പോകട്ടെ. രാത്രി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ? നീ സ്കിറ്റ്
ഫിഗർ പിടിച്ചാലും പൊളിയും, പായസം വെച്ചാലും പൊളിയും. നിലത്ത് കിടന്ന് ഒഴുകാൻ തന്നെയാ നമ്മുടെ ഇത് പരാജയോടെ എന്റെ പൊന്ന് സുമേഷ് ചേട്ടാ. ഓ, കസ്തൂരി കമോൺ. കസ്തൂരി പൊളിയാൻ പോണു. എന്റെ ചേട്ടന് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അത് മൊത്തത്തിൽ നമുക്ക് ഇട്ടിട്ട് ഗ്ലാസ്സിൽ വെച്ചു. ഇത് കൊടുക്കേ പ്ലീസ്. അതിന്റെ പരിപ്പൊക്കെ ഇങ്ങനെ വെറുതെ ഓടിക്കളിക്കാണല്ലോ പായസത്തിന്റെ അകത്ത്. കണ്ടിട്ട് എനിക്ക് ഏകദേശം ഒരു കടലാക്രമണം ചേട്ടാ. ഇത് മറ്റേ വേമ്പനാട്ട് കായലിൽ തൊണ്ടുണക്കാനിട്ടിരിക്കുന്ന പോലെയാണല്ലോ കിടക്കുന്നത്. ഇങ്ങനെ പോയാ നന്നായിരിക്കുന്നു വെള്ളത്തിൽ പഞ്ചായത്ത്. അങ്ങനെ നമ്മുടെ ഷെഫേട്ടന്റെ ബർത്ത്ഡേ വളരെ വിജയകരമായി സംഭവ ബഹുലമായിട്ട് നമ്മൾ അങ്ങനെ ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാ കണ്ടസ്റ്റന്റ്സും മുന്നോട്ട് വരൂ. ഓൾ ടീം മെമ്പേഴ്സ്. അയ്യോ എന്റെ പൊന്നോ, എനിക്ക് എടുത്തോണ്ട് ഒരിക്കൽ കൊണ്ടുവന്ന് ഞാൻ ക്ഷമിച്ചു. ഇനി ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്താൻ പോവാണ്. അയ്യോ എന്റെ പൊന്നെ, പരിചയപ്പെടാനുണ്ടെങ്കിൽ ഒരു നല്ല വ്യക്തിത്വത്തെയാണ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ലീബറിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മിസ്റ്റർ കൃഷ്ണകുമാറിനെ നമുക്ക് നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കൃഷ്ണകുമാർ, so thank you so much for coming. Welcome to കോമഡി കൊണ്ടാട്ടം. എന്താണ് നമ്മുടെ ഷോനെ പറ്റി പറയാനുള്ളത്? നല്ല ഫൺ ലവിങ് എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ്. വി ആസ് എ ബ്രാൻഡ് ലീബർ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്. ഐ താങ്ക് എവരി വൺ ആൻഡ് വിഷ് യു ഓൾ എ ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച് കൃഷ്ണകുമാർ. അപ്പോൾ ലീബർ എപ്പോഴും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമ്മുടെ ഷോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലീബറിന്റെ ആ ഒരു ഫ്രിഡ്ജ്. കാരണം അതില്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ അസോസിയേറ്റിംഗ് വിത്ത് us. അപ്പോൾ താങ്ക് യു സോ മച്ച്. അങ്ങനെ അതിമനോഹരമായിട്ട് നമ്മുടെ ഷെഫേട്ടന്റെ ബർത്ത്ഡേ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് പായസം വെച്ച് ഒരുപാട് അങ്ങോട്ട് വേണ്ട കേട്ടോ, വേണ്ട, അവിടെ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് നല്ലൊരു എഫേർട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഷെഫേട്ടൻ തന്നെ പറയൂ, ഇന്ന് പായസം കുടിച്ചല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ പായസമാണ്? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആയിട്ട് ഇവരാണ് ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞത്. ഇത് വളരെ നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അരിയാണെങ്കിൽ കുറെ നേരം വേണം വേവാൻ. അതൊക്കെ അവര് കറക്റ്റ് ആ ടൈമിംഗ് ഒക്കെ എടുത്ത് ചെയ്ത് കുറച്ചും കൂടി നമുക്ക് കുടിച്ചപ്പോൾ നന്നായിട്ട് തോന്നിയത് ഇതായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാൽ പായസം ആണെന്നാണ് പറയുന്നത്. യെസ്, അപ്പൊ ഏതായാലും നല്ലൊരു കൈഡി. നയന ഒന്ന് കരയുമ്പോൾ ആദ്യമായിട്ട് നയനയുടെ ഒരു ടീമിന് വികാരം തള്ളി നമുക്ക് പരിപാടി അവസാനിപ്പിക്കാനുള്ള നേരമായിരിക്കാണ്. ഷെഫിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് അടിപൊളി പെർഫോമൻസോട് കൂടി ഇന്നത്തെ അധ്യായം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി ഓണം ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ഷെഫ്.